റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്, എല്ലാവരും ഷൂട്ട് ചെയ്തോളൂ, എക്സ്പ്രസ് ചെയ്തോളൂ. പക്ഷെ അതൊക്കെ ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക്. പബ്ലിക് ഡീസൻസി, മൊറാലിറ്റി, നാഷണൽ സെക്യൂരിറ്റി, പ്രൈവസി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യം നിനക്ക് മാത്രമേ അറിയാവുള്ളൂ അതോ വേറെ ആർക്കെങ്കിലും അറിയാവോ? വേറെ ആർക്കും അറിയില്ല സർ. ഇപ്പൊ ദീപകിന്റെ കാര്യത്തിൽ ഷൂട്ട് ചെയ്തു, പക്ഷെ ദീപകിന് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. പണസമ്പാദനം നടക്കുമെന്നുള്ളത് മനസ്സിലാക്കി ഇത്തരത്തിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവൻ അങ്ങനത്തെ ഫാമിലി പെട്ടൊന്നുമല്ല, എനിക്ക് ഫാമിലി പോലും ഇല്ല. എല്ലാം CCTV ഉണ്ട്. ആ ചിത്രത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതിലൊക്കെ കാണിക്കുന്നുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഈ ദീപക് മോശമായ പെരുമാറിയ ഒരു വീഡിയോ ഒരിക്കൽ പോലും നമുക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല. എന്നെ കുറിച്ചുള്ള സകല ഇമേജും അതോടെ പോകും. തന്നെ കുറിച്ച് അങ്ങനെ വലിയ ഇമേജ് ഒന്നും നേരത്തെ എന്റെ മനസ്സിലില്ല. ദീപകിന്റെ ടച്ച് ബാഡ് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യർ നമുക്കിടയിലുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു എന്ന് വെച്ച് കർത്താവ് എന്നെ 7ാം നരകത്തിലും തള്ളി ഇടൂല ചോറി കുട്ടിയെ. അല്ല, ആരും അങ്ങനെ പറഞ്ഞില്ല. ആ ഇട്ട വീഡിയോയ്ക്കകത്ത് ഏത് രീതിയിലാണ് ദീപക് മോശമായ പെരുമാറിയത് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ കുഞ്ഞപ്പ മാമ. ഞാനൊന്നും പത്താളം നക്ഷത്രദീപങ്ങൾ തിളങ്ങി കാണുന്ന വീഡിയോയ്ക്കകത്ത് ഒരിക്കലും ഒരു സ്ഥലത്ത് പോലും ദീപക് മോശമായി പെരുമാറിയിട്ടില്ല, സംശയമില്ല. മനസ്സിലാക്കണം. പിന്നെ ചൂടാണ്ട് ഇല്ല. ഉള്ളത് പറയാലോ, ഇതിനെ കണ്ട എല്ലാവർക്കും പിടിച്ചൊന്ന് വാട്ടാൻ തോന്നും. അപ്പൊ എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഈ മീഡിയത്തിനെ, ടെക്നോളജി എന്ന് പറയുന്ന ഒരു മീഡിയത്തിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിന് എനിക്ക് എതിരഭിപ്രായമില്ല. നല്ല ഓക്കെ, ആ എവിഡൻസിനെ അല്ലെങ്കിൽ അല്ല, എനിക്ക് ഷൂട്ട് ചെയ്തതിനോ അല്ലെങ്കിൽ എവിഡൻസ് കളക്ട് ചെയ്തതിനോ എനിക്ക് അതിനകത്ത് ഒരു എതിരഭിപ്രായം ഇല്ല. ബട്ട് അത് യൂസ് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്, അതിൽ യൂസ് ചെയ്യണം. ആ കുട്ടി എവിഡൻസിന് വേണ്ടിയല്ല, എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് ഇത് ചെയ്തത്. ഇതാ നിന്നെയൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാത്ത നീ പോടാ. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, പറഞ്ഞാ സാറേ. രാമേന്ദ്ര, നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? എവിഡൻസിന് വേണ്ടിയാണെങ്കിൽ മാഡം ട്രെയിനിങ് കൊടുക്കുമ്പോ ഈ കുട്ടി ഇതില്ലായിരുന്നെങ്കിൽ അവരോട് പറയില്ലേ, മോളെ ഈ എവിഡൻസ് കളക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷേ പോലീസിന് കൊടുക്കണമെന്ന്. അല്ല, നീ പോയി യൂട്യൂബിന്റെ ലൈക്ക് ഷെയർ ഉണ്ടാക്കാനാണോ പറയുന്നത്? സമ്മതിച്ചിരിക്കുന്നു, ചങ്കുറപ്പുള്ളവനാണ് നീ. നിന്നെ പോലെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ടാ, കരയിപ്പിച്ചിട്ടുണ്ട്. കയ്യൂക്കൊണ്ടല്ല, നാവിന്റെ ബലത്തില്. അത്രേ പറയുന്നുള്ളൂ. സ്വാഗതം ചെയ്യും. ഇനി ഒന്നുമില്ലല്ലോ പറയാനെ കൊണ്ട്. ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ.